ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സണായി കുക്കു പരമേശ്വരൻ ചുമതലയേറ്റിരിക്കുകയാണ്. നമുക്കൊപ്പം അവർ ചേരുന്നുണ്ട്. മാം, പുതിയൊരു ചുമതലയാണ്, എങ്ങനെ നോക്കിക്കാണുന്നു? പെട്ടെന്നാണോ ഇങ്ങനൊരു ചുമതല കൈകളിലെത്തിയത്? അതെ, പെട്ടെന്നാണ്. എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു കാര്യമല്ല. പക്ഷേ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ജനറൽ കൗൺസിൽ ഉണ്ടായിരുന്നു. അക്കാഡമിയായിട്ട് വളരെ ചേർന്ന് നിന്ന് എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ ഉണ്ടായിരുന്നു. അത് അക്കാഡമി മാത്രമല്ല, എന്നെ സംബന്ധിച്ച് അക്കാഡമിയിൽ നടക്കുന്ന സിനിമയായതുകൊണ്ടാണ്. സിനിമയാണ് എൻ്റെ ഒരു ഞാൻ ഇഷ്ടപ്പെടുന്ന പാഷനേറ്റായിട്ട്. അതൊരു ജോലി മാത്രമല്ല, എൻ്റെ സന്തോഷമാണ്. അതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക, സിനിമയെക്കുറിച്ച് മനസ്സിലാക്കുക, പുതിയ പുതിയ സിനിമകൾ കാണുക, സിനിമാക്കാരെ മനസ്സിലാക്കുക, സിനിമയ്ക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക, അതിനൊക്കെയുള്ളൊരു സ്പേസ് ആയിട്ട് ഇതിനെ കാണുന്നു. വരാനിരിക്കുന്ന ഏറ്റവും വലിയ ഈവൻ്റ് എന്ന് പറയുന്നത് IFFK ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ? അതിപ്പം റസൂല് പറഞ്ഞ മാതിരി IFFK വൺ ഓഫ് ദ ഇവൻ്റാണ്. ചലച്ചിത്ര അക്കാദമിയുടെ മെയിൻ ഡ്യൂട്ടി IFFK നടത്തുക, IDSFK നടത്തുക. അത് മാത്രമല്ല, സിനിമയിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരിക. ആ സിനിമയിൽ ജോലിയെടുക്കുന്നവർക്ക് എങ്ങനെയാണ് സിനിമയുടെ പുതിയ സാങ്കേതിക വിദ്യകൾ അക്കാഡമിയുടെ ഭാഗത്ത് നിന്ന് നോക്കിയിട്ട് എന്തൊക്കെയാണ് പുതിയത് എത്തിച്ചു കൊടുക്കാൻ കഴിയുക, പുതിയ സിനിമകൾ അവരുടെ മുന്നിലേക്ക് എത്തിക്കുക. IFFK ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇവൻറ്റ്. പൊതുവിൽ ഒരു കേരളം പോലുള്ള ഒരു സാംസ്കാരിക ഇടത്ത് എപ്പോഴും ചർച്ചയാക്കപ്പെടുന്നത് IDFK അല്ലെങ്കിൽ IFFK പോലുള്ള ഇവൻറ്റുകളാണ്. അതിനപ്പുറം ഒരു മുഴുനീളം എപ്പോഴും സജീവമാക്കാനാണോ തീരുമാനം? ഫിലിം ഫെസ്റ്റിവൽ മാത്രമല്ല, സിനിമ ജനകീയ കലയാണ്, ജനങ്ങളുടെ കലയാണ്. ആ സിനിമയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇനി ഒരു പുതിയ കമ്മിറ്റിയല്ലേ, വളരെ പുതിയ കമ്മിറ്റി, വളരെ എക്സൈറ്റഡ് ആയിട്ട് തോന്നുന്നു ആ കമ്മിറ്റിയെക്കുറിച്ച്. അവരുടെയൊക്കെ ചിന്തകളും ആഗ്രഹങ്ങളും തോട്ട് പ്രോസസ്സും ഒക്കെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് ഒരു മീറ്റിംഗ് കഴിയുമ്പോഴേ അറിയുള്ളൂ ഇനി എങ്ങോട്ട് പോകും. ദർ ഇസ് ലോട്ട് ഓഫ് ഐ തിങ്ക് ചേഞ്ചസ് ഉണ്ടാവും. 26 അംഗങ്ങളുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ടേഴ്സിൽ വർക്ക് ചെയ്തവരുണ്ട്, ടെക്നീഷ്യന്മാരുണ്ട്, സംവിധായകരുണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു പൊതുവിൽ ഈ ഒരു പുതിയ ക്രൂവിനെ? അതേ ഇറ്റ് വിൽ ബി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പല ഏരിയയിൽ വർക്ക് ചെയ്ത്, പലതരം സിനിമകളിൽ വർക്ക് ചെയ്ത്, പാട്ടുകാർ, സിത്താര, അങ്ങനെ ഒരാളൊക്കെ വരുമ്പോൾ, അതുപോലെ സുധീർ കരമനാശ്, സാജു നവോദയ, സന്തോഷ് കീഴാറ്റൂർ, അമൽ നീരത്, ആൻഡ് ദെൻ GS വിജയൻ, രാകേഷ്, രാകേഷ്, നിഖില ബിമൽ. ഒരു വളരെ വൈബ്രൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് ഫോർ ദ ഗുഡ്. മലയാള സിനിമ മുമ്പോട്ടേ പോയിക്കൊണ്ടിരിക്കുന്നു. പുതിയ കാലത്ത് നമ്മുടെ സിനിമ ഏറ്റവും പ്രധാനമായും നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് കത്രിക വെക്കുന്നതാണ്. പ്രത്യേകിച്ചും സെൻട്രൽ ഫിലിമിൽ ഉണ്ടാകുന്ന ഒരു കട്ടിങ്. ആ കട്ടിങ് എപ്പോഴും നമ്മൾ നേരിടുന്ന, പ്രത്യേകിച്ചും സംവിധായകരും എഡിറ്റേഴ്സൊക്കെ ഒരുപോലെ നേരിടുന്ന വെല്ലുവിളിയാണ്. പുതിയ ഒരു സിനിമ എപ്പോഴും ലോക ശ്രദ്ധയിൽ നമ്മുടെ മലയാള സിനിമ എത്തിപ്പെടുമ്പോഴും ഈ നേരിടുന്ന വെല്ലുവിളി എങ്ങനെയാണ് പൊതുവിൽ കാണുന്നത്? അത് കല തന്നെ നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും പ്രകടിപ്പിക്കുന്ന ഒരു ഏരിയയാണ് ഏത് കലയെ. അതുപോലെ തന്നെയാണ് സിനിമയും. അപ്പോൾ പക്ഷേ അത് സമൂഹത്തിൻ്റെ നേരെയാവുമ്പം സമൂഹത്തിന് റൂൾസും റെഗുലേഷൻസും വരുമ്പോൾ അത് വരുന്നതാണ്. പക്ഷേ അത് ഒറ്റയടിക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്ക് അതിനൊരു കമൻറ്റ് പറയുകയോ അല്ലെങ്കിൽ ഇതിങ്ങനെ വേണം, എങ്ങനെ, ദർ ഈസ് ഓൾവേസ് റൂൾസ്. ആ റൂൾസ് ബെൻഡ് ചെയ്യണമെങ്കിൽ അത് ഒരുപാട് പേര് ശ്രമിക്കണം. ബെൻഡ് ചെയ്യല്ല, എടുത്ത് കളയണമെങ്കിൽ കലയ്ക്ക് റൂൾസ് വേണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നത് ഈ കത്രിക എന്ന് പറയുന്നത് സെൻസറിങ് ആണ്. ആ സെൻസറിങ് എന്ന് പറയുന്നത് എന്തിനാണ്, അത് ഏത് തരത്തിൽ ഉപയോഗിക്കണം, എങ്ങനെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാം, ഏത് തരത്തിലാണ്, അത് സമൂഹത്തിനെ എങ്ങനെ ബാധിക്കുന്നു, കലാകാരന്മാരെങ്ങനെ, ഇതൊരു വലിയ ചർച്ചയാണ്. അതൊരൊറ്റ ഇതിൽ പറഞ്ഞൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കലല്ലോ. മലയാള സിനിമാ രംഗത്ത്, സിനിമാ വ്യവസായ രംഗത്ത് സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും നടികൾ അല്ലെങ്കിൽ അഭിനേതാക്കൾ എന്നതിലുപരി ഇപ്പോൾ സംവിധാന രംഗത്തായാലും എഡിറ്റിംഗ് ലെവലിലായാലും ക്യാമറ ലെവലിലായാലും ഒക്കെ, അതെ, പ്രൊഡക്ഷൻ എല്ലാ രംഗത്തും സ്ത്രീ പ്രാതിനിധ്യമുണ്ട്. ഒരു പുതിയ സംവിധായകർ, ഇപ്പോൾ സ്ത്രീകളൊക്കെ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഫണ്ടിങ് ആണ്. ഒരു സ്വതന്ത്ര സംവിധായകരൊക്കെ ഏറ്റവും പ്രധാനമായും നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതിലെന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ലക്ഷ്യമിടുന്നുണ്ടോ? നിങ്ങളിപ്പോൾ ഈ സ്ത്രീകൾ വന്നു തുടങ്ങി എന്ന് പറയുന്നത് കഥക് തുറന്നിട്ടിപ്പോഴാണ്, ഈ 2000 കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമയും സ്ത്രീകളും ഒക്കെ ഞങ്ങൾക്ക് ദ ഡോർ ഓപ്പൺഡ് ഓൺലി നൗ. അപ്പോൾ അവരിത് മുമ്പ് പുറകിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ആരും കാണുന്നില്ലായിരുന്നു. പിന്നെ സ്ത്രീകൾക്ക് ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ളത് പറയണതല്ല, ആർക്കും കിട്ടുന്നില്ല. ഞാൻ അതിൽ ജെൻഡർ കാണുന്നില്ല. നിങ്ങളിങ്ങനെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് ജെൻഡർ ഇല്ല. അപ്പോൾ ഡയറക്ടേഴ്സ് ഒരു സിനിമ സ്ത്രീ സംവിധായിക പുരുഷ സംവിധായകൻ എന്നുള്ളതല്ല, സിനിമ ചെയ്യാൻ ഫണ്ടില്ല. അത് പുരുഷന്മാർക്കുമില്ല, സ്ത്രീകൾക്കുമില്ല, തേർഡ് ജെൻഡറിനുമില്ല.
ആ ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളത് വലിയ ചടങ്ങാണ്, വലിയൊരു പ്ലാനാണ്. അത് ചിന്തിച്ച് എല്ലാവരും കൂടി ചേർന്ന് ചെയ്യേണ്ടതാണ്. ഈ ഒരു ജെൻഡർ പ്രത്യേകിച്ച് പറയാൻ കാരണം ഗവൺമെൻറ് അതൊരു എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത് 3rd 4th ഇയറായി. ഇറ്റ്സ് ഗോയിങ് വെരി വെൽ. അതിൻ്റെ പ്രിലിമിനറി ഫസ്റ്റ് 2 years ഞാൻ ജൂറി ആയിരുന്ന ആളാണ്. വളരെ എക്സൈറ്റിങ്ങും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സാണ് വന്നിട്ടുണ്ടായിരുന്നത്. ജെൻഡർ നമ്മൾ വേർതിരിച്ച് കണ്ടതല്ല, ഒരു യൂണിഫോം ലെവലിൽ തന്നെയാണ് കാണുന്നത്. പക്ഷേ അതിനപ്പുറം ഇപ്പോൾ ഇന്ദുലക്ഷ്മി പോലുള്ള സംവിധായകരെത്തിയപ്പോൾ ഷാജിൻ കരൺ സാറുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളുണ്ടായിരുന്നു, പലതരത്തിലുള്ള കോൺട്രവേഴ്സി അന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചത്. ഇതൊക്കെ ആദ്യമായി ചെയ്യുന്നതിൻ്റെ അറിഞ്ഞ് നമ്മൾ ഹിന്ദു ആദ്യമായി ചെയ്യണമെന്നല്ല, ഈവൻ സ്ത്രീകൾക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്നത് വരെ ഫസ്റ്റ് പ്രോജക്റ്റാണ്. നമ്മളിപ്പോൾ ഈ പ്രോജക്ട്സ് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളുണ്ട്. അങ്ങോട്ട് പറയുന്നതും ഇതാദ്യമായിട്ടാണ് 2 കൂട്ടരും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അവരും ഇതിനു മുമ്പ് സംവിധായികയായിരുന്നിരുന്നില്ല, ഇവർ KSFDC പ്രൊഡ്യൂസറും ആയിരുന്നില്ല. സോ എവറി ന്യൂ തിങ് ഹാസ് ഇറ്റ്സ് ഓൺ ബാലാരിഷ്ടതകളുണ്ടാവും. അത് നമ്മൾ 2 കൂട്ടരും ഇരുന്ന് 2 കൂട്ടരും അതേ തരത്തിൽ ആണെന്നുള്ളത് മനസ്സിലാക്കി മുമ്പോട്ട് പോകുമ്പോൾ അത് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതൊന്നും അടുത്തടുത്ത് വരുന്ന പ്രോജക്റ്റുകളുണ്ടാവില്ല. എന്ന് ഒരു ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി കറക്റ്റ് ചെയ്യും. ഇപ്പുറത്തെ ഭാഗത്തുള്ളവർക്ക് എന്തൊക്കെയാണ് കുറവുകൾ അത് മാറ്റി അങ്ങനെ ഉണ്ടായതായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. അതൊക്കെ കറക്റ്റ് ചെയ്താണ് മുന്നോട്ട് പോയിട്ടുള്ളത്. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. വീഡിയോ ലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.